ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജ്യൂട്യൂട്ടർ. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2018 മുതൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണിത്. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതിനോടൊപ്പം തന്നെ പഠിക്കാനും ശ്രമിക്കുക. ഫസ്റ്റ് വൺ, ജോൺ മിൽട്ടൺ. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോൺ മിൽട്ടൺ എഴുതിയിട്ടുള്ള പോയംസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബിഗിൻ ദെൻ സിസ്റ്റേഴ്സ് ഓഫ് ദ സേക്രഡ് വെൽ that from beneath the seat of Joe doth spring, begin and somewhat loudly sweep the string. ഇതിൻ്റെ ആൻസർ പറയുന്നതിനെക്കാട്ടിലും മുന്നേ ഒരു കാര്യം പറയാം. MEG1 ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും വരിക ഈ എന്തെങ്കിലും ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻസ തരും. അത് ഒരു 4-5 സ്റ്റാൻസുകൾ തന്നിട്ട് അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്റ്റാൻസ ആയിരിക്കും തരുന്നത്. അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം, ഇതാരാണ് എഴുതിയത് എന്നുള്ള കാര്യങ്ങൾ, പിന്നെ അതെന്താണ് പറയുന്നത്, അതിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ ആൻസർ ഇങ്ങനെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ നിങ്ങൾ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് 3 പാരഗ്രാഫായിട്ടാണ് ഇത് എഴുതേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫിൽ ഇതാരാണ് എഴുതിയിട്ടുള്ളത്, ഏത് ബുക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, വർഷം അറിയാമെങ്കിൽ അതും കൂടി എഴുതാം. സെക്കൻഡ് പാരഗ്രാഫിൽ ഇതിൻ്റെ സിറ്റുവേഷൻ, ഓക്കെ, ഈ സാഹചര്യങ്ങൾ എഴുതുക, ഈ ഒരു സ്റ്റാൻസിനെ അനുബന്ധിച്ചിട്ടുള്ള സാഹചര്യം എഴുതുക. മൂന്നാമതായിട്ട് അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് എഴുതുക. ഇത്രയേ ഉള്ളൂ 10 മാർക്കിന്. ഓക്കെ, ഇതിൻ്റെ ആൻസർ നോക്കാം. ദീസ് ലൈൻസ് ഫ്രം ജോൺ മിൽട്ടൺസ് 1637 pastoral elegy Lycidas invoke the Muses, the sisters of the sacred well, who reside on Mount Helicon, home to Jupiter's oracle, to help him sing a fitting tribute. ഈ പോയം എഴുതിയിരിക്കുന്നത് ജോൺ മിൽട്ടൺ ആണ്. 1637 അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. ഇതൊരു പാസ്റ്ററൽ എലജിയാണ്. പാസ്റ്ററൽ എലജി എന്ന് പറയുന്നത്, എലജി എന്ന് പറയുന്നത് വിഷാദകരമായിട്ടുള്ള ഒരു പോയം എന്നാണ് അർത്ഥം. പാസ്റ്ററൽ എലജി എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ ഒരു വ്യക്തി മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മരിച്ച വ്യക്തിയെ ഒരു ആട്ടിടയനായിട്ട് സങ്കല്പിക്കുക, ഒരു ഷെപ്പേർഡായിട്ട് സങ്കല്പിച്ചുകൊണ്ട് എഴുതുന്ന ഒരു പോയത്തിനെയാണ് പാസ്റ്ററൽ എലജി എന്ന് പറയുക. അപ്പോൾ ഇവിടെ എന്താണ് കോണ്ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസിഡാസ് എന്ന വർക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ മ്യൂസസിനെ ഇൻവോക്ക് ചെയ്യുന്ന രംഗമാണ് ഇതിൽ നമുക്ക് കാണുന്നത്. മ്യൂസസ് എന്ന് പറയുന്നത് സിസ്റ്റേഴ്സ് ഓഫ് ദ സേക്രഡ് വെൽ എന്നുള്ള ഒരു ലൈൻ കാണുന്നുണ്ട്. അതാണ് ഇവിടെ മ്യൂസസ്. മ്യൂസസ് എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജി പ്രകാരം ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരെ വിളിക്കുകയാണ്, മ്യൂസസിനെ ഇൻവോക്ക് ചെയ്യുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട്. ദ ലൈൻസ് transition from expressing the poet's grief over Edward King's untimely drowning into an impassioned plea to the muses to begin the song of mourning. He acknowledges that even though he is breaking the traditional rules of elegy, coy excuse, he must sing for his friend before he rots away to ensure Lycidas receives the honor of a melodious tear. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മിൽട്ടൻ്റെ ഫ്രണ്ടായിട്ടുള്ള എഡ്വേർഡ് കിങ് അദ്ദേഹം മുങ്ങിയാണ് മരിച്ചത്, ഡ്രൗൺ ചെയ്താണ് മരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്രയും വിഷമത്തിൽ ഈ മ്യൂസസിനെ ഇൻവോക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടാണ് മ്യൂസസിനെ വിളിക്കുന്നത്. പോയം മനോഹരമായിട്ട് എഴുതാനും അത് തൻ്റെ ഒരു സ്നേഹാർപ്പണം പോലെ സമർപ്പിക്കാനും കൂടിയാണ് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള എഡ്വേർഡ് കിങ്ങിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിൽട്ടൻ്റെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഹു വുഡ് നോട്ട് സിംഗ് ഫോർ ലിസിഡാസ്? ഹി ന്യൂ ഹിംസെൽഫ് ടു സിംഗ് ആൻഡ് ബിൽഡ് ദ ലോഫ്റ്റി റൈം. ഹി മസ്റ്റ് നോട്ട് ഫ്ലോട്ട് അപ്പോൺ ഹിസ് വാട്ടറി ബയർ അൺവെപ്റ്റ് and welter to the parching wind without the meed of some melodious tear. These lines are taken from Lycidas, a pastoral elegy,
written by in 1637 to mourn the untimely death of his friend who was drowned in a shipwreck. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ കണ്ടോ ആ തന്നിരിക്കുന്ന സ്റ്റാൻസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കാരണം ഈ സ്റ്റാൻസിൽ ലിസിഡാസ് എന്ന് പറഞ്ഞ വേർഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഇത് മിൽട്ടൺ എഴുതിയ ലിസിഡാസിൽ നിന്നും എടുത്തിട്ടുള്ള പോയമാണ്. 1637 ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മിൽട്ടൻ്റെ ഫ്രണ്ടായിട്ടുള്ള എഡ്വാർഡ് കിങ്, അദ്ദേഹം ഒരു ഷിപ്പ്രക്കിൽ മരിച്ചു പോയി, ഡ്രൗൺ ചെയ്ത് മരിച്ചു പോയി. അപ്പോൾ ആ ഒരു ദുഃഖത്താൽ ഇദ്ദേഹം എഴുതുന്ന പോയമാണിത്. In these lines, Milton declares that everyone should mourn Lycidas because he himself was a gifted poet who knew how to compose noble and beautiful poetry, build the lofty rhyme. The poet feels that such a talented young man should not be allowed to drift on the sea without anyone grieving for him. The expression watery bed refers to the sea serving as Lycidas' funeral bed, while melodious tale symbolizes a poetic tribute in the form of an elegy. ഇവിടെ ഇദ്ദേഹം പറയുകയാണ്, മിൽട്ടൺ പറയുകയാണ്, ഒരാൾ പോലും എഡ്വാർഡ് കിങ്ങിന് വേണ്ടിയിട്ട് മോൺ ചെയ്യാതിരിക്കരുത്, വിഷമിക്കാതിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിൽട്ടൻ്റെ പേഴ്സണലി ഒരു ഫീലിംഗ് മാത്രമായി നിലനിൽക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഉറ്റ സുഹൃത്താണല്ലോ, അപ്പോൾ തനിക്കാണല്ലോ അതിൻ്റെ നഷ്ടം. പക്ഷേങ്കിൽ തൻ്റെ നഷ്ടത്തിന് ഉപരിയായിട്ട് ഇത് ലോകത്തിനെമ്പാടും ഒരു നഷ്ടമാണ് എന്നെല്ലാവരും തിരിച്ചറിയട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അത്രയും ഗ്രേറ്റ് പോയറ്റാണ്, വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇദ്ദേഹം എഡ്വാർഡ് കിങ് ഒരു മിസ്സിങ് ആയി തീരണം. അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു മരണ വാർത്തയിൽ എല്ലാവരും ദുഃഖിക്കണം എന്നൊരാഗ്രഹം മിൽട്ടനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോയം എഴുതുന്നതും ഇവിടെ പറയുന്ന മ്യൂസസിനെ ഇൻവോക്ക് ചെയ്യുന്നതും. These lines introduce the central theme of the poem, the sorrow caused by the untimely death of a promising poet. At the same time, they justify Milton's decision to write an elegy in honor of his departed friend. The passage combines personal grief with poetic admiration, setting the emotional tone for the rest of the poem. ഈ പോയത്തിൻ്റെ ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് തൻ്റെ ഉറ്റ സുഹൃത്ത് അൺടൈംലി ഡെത്താണ്. അദ്ദേഹം മരണം എന്ന് പറഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു കാര്യമായിരുന്നു. അതേസമയം ഇവിടെ മിൽട്ടൺ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്, തൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു എലജി, ഒരു വിഷാദകരമായിട്ടൊരു പോയം എഴുതും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗ്രീഫ് മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പോയറ്റിക് അഡ്മിറേഷനും ആ ഒരു ഇമോഷണൽ ടോണും എല്ലാം തന്നെ ഈ പോയത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Where were ye nymphs when the remorseless deep closed over the head of your loved Lycidas? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ലിസിഡാസിൽ നിന്നും എടുത്തതാണ്. ഇതൊരു പാസ്റ്റൽ എലജിയാണ്. 1637 ഇത് എഴുതിയിരിക്കുന്നത്. മിൽട്ടൺ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. എഴുതിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മോൺ ദ ഡെത്ത് ഓഫ് ഹിസ് ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയുള്ള ഒരു വിഷാദകരമായിട്ടുള്ളൊരു പോയമാണിത്. In these lines, Milton addresses the nymphs, the guardian spirits of nature in classical mythology. He asks them where they were when the cruel sea, the remorseless deep, closed over the head of Lycidas, causing his death. The question is not meant to receive an answer. Instead, it expresses the poet's deep grief and sense of helplessness. Milton feels that if the nymphs had been present, they might have protected Lycidas from drowning. ഇവിടെ നിംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രീക്ക് മിത്തോളജിയിൽ യങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഫീമെയിൽ ദേവതകളാണ്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇവിടെ മിൽട്ടൺ പറയുകയാണ്, അവിടെ നിംഫ് ഉണ്ടായിരുന്നെങ്കിൽ അവർ നേച്ചറിലാണ് സാധാരണയായിട്ട് കാണപ്പെടുക. അപ്പോൾ ഈ നിംഫ് ഉണ്ടായിരുന്നെങ്കിൽ അവർ നമ്മുടെ മിൽട്ടൻ്റെ ഫ്രണ്ടായിട്ടുള്ള എഡ്വാർഡ് കിങ്ങിനെ രക്ഷിച്ചേനെ എന്ന് പറയുകയാണ്. അവിടെ അദ്ദേഹം ചോദിക്കുകയാണ്, എവിടെയായിരുന്നു ഈ നിംഫുകൾ? എൻ്റെ ഉറ്റ സുഹൃത്ത് ഇങ്ങനെ ക്രൂവലായിട്ടുള്ള ഈ സീയിൽ മുങ്ങി മരിച്ചപ്പോൾ എവിടെയായിരുന്നു ഇവർ? ഇത് അദ്ദേഹം ഒരു ആൻസർ ലഭിക്കാൻ വേണ്ടി ചോദിച്ചതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ വിഷമം
അതിൻ്റെ ഹെൽപ്ലെസ്നെസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ല. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. വീപ് നോ മോർ വോഫുൾ ഷെപ്പേർഡ്സ്, വീപ് നോ മോർ, ഫോർ ലിസിഡാസ് യുവർ സോറോ ഈസ് നോട്ട് ഡെഡ്. Sunk though he be beneath the watery floor, so sinks the day star in the ocean bed, and yet none repairs his drooping head. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, ലിസിഡാസ് എന്നുള്ളൊരു വേർഡ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ലിസിഡാസിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്, മിൽട്ടനാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ ആ കാര്യം. ലിസിഡാസിൽ നിന്ന് എടുത്തതാണ്. ഇതൊരു പാസ്റ്റൽ എലജിയാണ്, റിട്ടൺ ഇൻ മെമ്മറി ഓഫ് ഹിസ് ഫ്രണ്ട്. In these lines, the poet asks the sorrowful shepherds to stop weeping because Lycidas is not truly dead. Although he has sunk beneath the sea, his death is compared to the setting of the day star, the sun, which appears to disappear into the ocean at sunset, but rises again the next morning. In the same way, Lycidas will rise to eternal life. The phrase repairs his drooping head means that the sun regains its brightness and rises again after setting. ഇവിടെ ഷെപ്പേർഡ്സിനോടാണ് മിൽട്ടൺ പറയുന്നത്, നിങ്ങളിനി കരയേണ്ട, നിർത്ത്, ലിസിഡാസ് ശരിക്കും മരിച്ചിട്ടില്ല എന്നുള്ളത്. എന്താ ഇവിടെ ഷെപ്പേർഡ്സ് എന്ന് പറയാൻ കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു പാസ്റ്റൽ എലജി ആയിട്ടാണ് മിൽട്ടൺ ഈ ഒരു എഡ്വേർഡ് കിങ്ങിൻ്റെ മരണത്തെ അദ്ദേഹം കമ്പയർ ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത് ഒരു പാസ്റ്റൽ എലജിയുടെ രൂപത്തിലാണ്. ഇവിടെ പാസ്റ്റൽ എലജി എന്ന് പറയുമ്പോൾ മരിച്ച വ്യക്തി ഇവിടെ ഷെപ്പേർഡായിട്ട് മാറുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ബാക്കിയുള്ള ഷെപ്പേർഡ്സിനോട് അദ്ദേഹം പറയുന്നത് ലിസിഡാസ് മരിച്ചിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ മിൽട്ടൺ പറയാണ്, ഇദ്ദേഹം എഡ്വേർഡ് കിങ് കടലിനുള്ളിൽ ഇങ്ങനെ പോയിട്ട് മുങ്ങിയാണ് മരിച്ചിരിക്കുന്നത്, ശരിയാണ്. അപ്പോൾ അദ്ദേഹം പറയാമെന്ന് ഈ പറയുന്ന എഡ്വേർഡ് കിങ്ങിൻ്റെ മരണത്തിനെ ഒരു ഡേ സ്റ്റാറുമായിട്ട് അല്ലെങ്കിൽ ദ സണ്ണായിട്ട് ഇവിടെ കമ്പാരിസൺ നടത്തുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ, ഇവിടെ ഓഷ്യൻ അറ്റ് സൺസെറ്റ്, ഇവിടെ വിച്ച് അപ്പിയേഴ്സ് ടു ഡിസപ്പിയർ ഇൻ ടു ദ ഓഷ്യൻ അറ്റ് സൺസെറ്റ് ബട്ട് റൈസസ് അഗെയിൻ നെക്സ്റ്റ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ, സന്ധ്യ ആകുമ്പോൾ സണ്ണ് എന്താകുന്നു, സൺ അസ്തമിക്കുന്നു. പിന്നെയും പുലർച്ചെയാകുമ്പോൾ സൺ റൈസ് ചെയ്യുന്നു, അത് സൂര്യ ഉദിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് തൻ്റെ ഫ്രണ്ടിൻ്റെ മരണത്തെയും ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. തൻ്റെ ഫ്രണ്ട് മരിച്ചു പോയി, വെള്ളത്തിൽ മുങ്ങിപ്പോയി, അതേസമയം ഇനിയും അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കും. അത് ഇറ്റേണൽ ലൈഫിന് വേണ്ടിയിട്ട്, ഇറ്റേണൽ ലൈഫിലോട്ട് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. Milton uses this beautiful image to express the Christian belief in resurrection and immortality. The passage marks a turning point in the poem, moving from grief and mourning to hope and spiritual consolation. It reassures the readers that death is not the end for the righteous who attain everlasting life with God. ഇവിടെ മിൽട്ടൺ ഒരു ക്രിസ്ത്യൻ ബിലീഫുമായിട്ട് ഈ ഒരു മരണത്തെ ബന്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യൻ ബിലീഫ് പ്രകാരം ഒരു റെസുറേക്ഷൻ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തോട്ടാണ് ഇദ്ദേഹം ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അങ്ങനെയാണ് അദ്ദേഹം കമ്പയർ ചെയ്ത് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതുപോലെ തൻ്റെ ഉറ്റ സുഹൃത്ത് മരിച്ചതിൻ്റെ ആ ഒരു മോൺ അല്ലെങ്കിൽ ആ ഒരു വിഷമം, ഗ്രീഫ്, ഇതെല്ലാം പിന്നീട് അദ്ദേഹം ചേഞ്ച് ഇൻ ടു ഹോപ്പാണ്. അതും ഈ പറഞ്ഞ പ്രത്യാശയിലോട്ടാണ് പിന്നീട് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ഇത് വായിക്കുന്ന റീഡേഴ്സിനും ഒരു പ്രചോദനം ലഭിക്കാനാണ്, ഒരു കോൺസലേഷൻ ലഭിക്കാനാണ്. തൻ്റെ ഉറ്റ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ തൻ്റെ വേണ്ടപ്പെട്ടവരോ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട, അത് അവർ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകും, ഒരു റെസുറേക്ഷൻ ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു മെസ്സേജാണ് റീഡേഴ്സിന് നൽകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, യെറ്റ് വൺസ് മോർ ഓ യേ ലോറൽസ് ആൻഡ് വൺസ് മോർ യേ myrtless brown with ivy never sere, I come to pluck your berries harsh and crude, and with forward fingers rude shatter your leaves before the mellowing ear. ഈ ഒരു ഭാഗവും എടുത്തിരിക്കുന്നത് ലിസിഡാസിൽ നിന്ന്, മിൽട്ടൻ്റെ ലിസിഡാസിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണിത്.
ഇതൊരു പാസ്റ്ററൽ എലജിയാണ്. 1637 എഴുതിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എങ്ങനെയത് ഇത് മനസ്സിലാവുക? ഇങ്ങനെ ഇപ്പോൾ പല പല സ്റ്റാൻസസ് നമ്മൾ പഠിച്ചു, എല്ലാം എടുത്തിരിക്കുന്നത് ലിസിഡാസിൽ നിന്നും തന്നെയാണ്, മിൽട്ടൻ്റെ. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുക? അതിനായിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കുറേ പ്രാവശ്യം വായിച്ചിട്ട് അതിലേതെങ്കിലും ഒരു പദം അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ഇത് ലിസിഡാസിൽ നിന്നാണ്. ലിസിഡാസ് എഴുതിയിരിക്കുന്നത് മിൽട്ടൺ ആണ്. ഇതൊരു പാസ്റ്ററൽ എലജിയാണ്. 1637 ഈ ഇത് എഴുതിയിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് മിൽട്ടൺ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള എഡ്വാർഡ് കിങ് മുങ്ങി മരിച്ചതിൻ്റെ വിഷമത്താലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം മ്യൂസസിനെ ഇൻവോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. At the opening of the poem, Milton addresses the laurel, myrtle and ivy plants traditionally associated with poetry, honor and immortality. He says that he must once again pluck their unripe, harsh and crude berries and disturb their leaves before the proper season. This symbolizes that he is compelled to write an elegy prematurely because of the untimely death of his young friend. ഇവിടെ ഈ പോയട്രിയിൽ കുറച്ച് പ്ലാന്റ്സിൻ്റെ കാര്യങ്ങൾ എഴുതുന്നുണ്ട്. എന്നിട്ട് മിൽട്ടൺ പറയുകയാണ്, ആ പ്ലാന്റ്സിൽ നിന്നും വരുന്ന ബെറീസ്, അതിൻ്റെ കായകൾ അത് റൈപ്പാകുന്നതിന് മുന്നേ, അത് പഴുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതിന് റെഡി ആവുന്നതിന് മുന്നേ ഞാൻ അത് പ്ലക്ക് ചെയ്യും എന്നുള്ളതിലാണ് എഴുതുന്നത്. പ്ലക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുക, അത് എന്തിനങ്ങനെ പറയുന്നത്? അത് ഇത് എഴുതാനുള്ള സാഹചര്യം എന്താ? ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എഡ്വാർഡ് കിങ് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ എത്തുന്നതിന് മുൻപേ ഒരു മരണമാണ് ഇവിടെ സംഭവിക്കുന്നത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത മരണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു കമ്പാരിസൺ നടത്തുന്നത്. The phrase forced fingers ruled suggests that the poet writes reluctantly and with a heart full of grief rather than from a natural desire to compose poetry. The image of plucking unripe berries reflects the fact that both Edward King's life and his poetic promise were cut short before reaching full maturity. സാധാരണ മിൽട്ടൺ അദ്ദേഹത്തിൻ്റെ പോയംസ് എഴുതുമ്പോൾ അദ്ദേഹത്തിന് തോന്നാറുണ്ട് ഒരു പോയം എഴുതണം എന്നുള്ള തോന്നലിലാണ് അദ്ദേഹം എഴുതാറുള്ളത്. പക്ഷേ ഈ നിമിഷം അദ്ദേഹം പോയം എഴുതുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പോയം എഴുതുന്നത്, അത് ഒരു ഫോഴ്സ്ഫുള്ളിയാണ് അദ്ദേഹം എഴുതുന്നത്. കാരണം തൻ്റെ ഫ്രണ്ട് മരിച്ചു കിടക്കുകയാണ്, അത്രയും വിഷമത്താലാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, തൻ്റെ ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ ആ കറക്റ്റ് ടൈമിലല്ല മരിച്ചിരിക്കുന്നത്, ഒരു ആക്സിഡൻ്റൽ ഡെത്ത് പോലെയാണല്ലോ ഇത്, ഡ്രൗൺ ചെയ്താണ് മരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോയിട്രിയുടെ, അദ്ദേഹം വലിയൊരു പോയിറ്റാണ്, അതിനുള്ള അവസാനം കൂടിയാണ് എന്നും കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. These opening lines establish the mournful mood of the elegy and introduce the central theme of untimely death, personal sorrow and the loss of youthful promise. They also demonstrate Milton's use of pastoral imagery and classical symbolism, which are characteristic features of the poem. ഇവിടെ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയത്തിൻ്റെ തീമായിട്ട് വരുന്നത് അൺടൈംലി ഡെത്ത്, പേഴ്സണൽ സോറോ, അതുപോലെ ലോസ് ഓഫ് യൂത്ത്ഫുൾ പ്രോമിസ് ആണ്. മിൽട്ടൺ ഇവിടെ ഒരു പാസ്റ്റൽ ഇമേജറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ക്ലാസിക്കൽ സിംബോളിസവും. ഇത് രണ്ടുമാണ് ഈ പോയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബോസംഡ് ഹൈ ഇൻ ടഫ്റ്റഡ് ട്രീസ് വെർ പെർഹാപ്സ് സം ബ്യൂട്ടി ലൈസ്, the cynosure of neighboring eyes. These lines are taken from El Allegro, a pastoral lyric by John Milton. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നേരത്തെ നമ്മൾ ജോൺ മിൽട്ടൻ്റെ തന്നെ കുറേ അധികം സ്റ്റാൻസേഴ്സ് നമ്മൾ പഠിച്ചു, പക്ഷെ അതെല്ലാം തന്നെ ലിസിഡാസിൽ നിന്നായിരുന്നു മാറിയിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ മാറ്റം വന്നിട്ടുണ്ട്. മിൽട്ടൺ തന്നെയാണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ പോയം ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? എൽ അലെഗ്രോയിൽ നിന്നാണ്. അത് ക്ലിയറായിട്ട് മനസ്സിലാക്കുക. ഈ സ്റ്റാൻസ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിച്ച് എന്തെങ്കിലും ഒന്ന് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ആൻസർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. In these lines, the poet imagines a beautiful country house surrounded by tall, thickly clustered trees, tufted trees. Inside the house, there may live a beautiful young woman who is admired by everyone around her.
Milton describes her as the cynosure of neighboring eyes. The word cynosure means the center of attraction or admiration. Thus, she is a person upon whom all the neighboring people lovingly fix their attention. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ആ തന്നിരിക്കുന്ന ലൈനിൽ സൈനോഷ്യൂർ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സൈനോഷ്യൂറിൻ്റെ അർത്ഥം എന്താ പറയുക, എല്ലാവരും ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, എല്ലാവരും പെട്ടെന്ന് നോക്കുന്ന അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് സൈനോഷ്യൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പോയിറ്റ് ഇമാജിൻ ചെയ്യാണ് ഒരു വീട്. ഓക്കെ, ഒരു വീട്, അതിന് ചുറ്റോറ് നിറച്ചും ടോൾ ട്രീസും നല്ല ഭംഗിയുള്ള മരങ്ങളും അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് ഉള്ള ഒരു വീട്. ആ വീടിനകത്ത് ഒരു ഭംഗിയുള്ള, ഏറ്റവും ഭംഗിയുള്ള ഒരു പെൺകുട്ടി. ഓക്കെ, ഒരു യങ് വുമൺ. അപ്പോൾ ആര് കണ്ടാലും ആ യങ് വുമണിനെ ഒന്നും കൂടി ഒന്ന് നോക്കിയപ്പോൾ അത്രയും ഭംഗിയാണ്. അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ പറഞ്ഞത് സൈനോഷ്യൂർ ഓഫ് നെയ്ബറിങ് ഐസ്. ആര് കണ്ടാലും ആ ഒരു പെൺകുട്ടിയെ ഒന്നും കൂടി നോക്കാൻ തോന്നുന്ന വിധത്തിൽ ബ്യൂട്ടിഫുള്ളാണ് അവൾ. These lines reflect the cheerful and idyllic mood of El Allegro. Milton celebrates the beauty of rural life, nature and innocent human happiness. The passage creates a peaceful and picturesque image of the countryside while emphasizing beauty, joy and harmony, which are central themes of the poem. ഇവിടെ പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത് ബ്യൂട്ടി, ജോയ്, ഹാർമണി ഇതൊക്കെയാണ്. ഇവിടെ എന്താ പറയുന്നത്, അദ്ദേഹം നേച്ചറിൻ്റെ ഒരു ഭംഗിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എസ്പെഷ്യലി ഒരു റൂറൽ ലൈഫിനെ കുറിച്ചിട്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അവിടുത്തെ നേച്ചറിൽ കാണുന്ന ഭംഗിയെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹെൻസ് ലോതഡ് മെലൻകോളി ഓഫ് സെർബറസ് ആൻഡ് ബ്ലാക്കസ്റ്റ് മിഡ് മൈറ്റ് ബോൺ ഇൻ സ്റ്റൈജിയൻ കേവ് forlorn monks, horrid shapes and shrieks and sights unholy. These lines are taken from El Allegro, a companion poem by John Milton. അപ്പോൾ നോക്കിക്കോ, ഈ ഒരു പോയമും എവിടെ നിന്ന് എടുത്തിരിക്കുന്നതാണ്? എൽ അലെഗ്രോയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക അല്ലേ? ഇതൊരു ഡിഫിക്കൽട്ടായ വേർഡ്സാണ്. നിങ്ങളോട് ഇതാരും കാണാപ്പാഠം പഠിക്കാൻ പറയുന്നില്ലല്ലോ. ഇത് അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. നിങ്ങളത് വായിച്ചിട്ട് അതിന് ഏതെങ്കിലും ഒരു വേർഡ് പിക്ക് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചാൽ മാത്രം മതി. ഇത് എൽ അലെഗ്രോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ജോൺ മിൽട്ടൺ ആണ് എഴുതിയിട്ടുള്ളത്, അത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അത് മൈൻഡിൽ വെക്കണം. At the beginning of the poem, Milton dismisses melancholy, describing it as hateful and terrifying. He imagines melancholy as the daughter of Cerberus, the three-headed dog that guards the entrance to the underworld in Greek mythology, and blackest midnight. According to the poet, melancholy was born in a lonely Stygian cave, a dark place associated with the river Styx in the underworld. It is filled with frightening shapes, terrible shrieks, and unholy sights. മിൽട്ടൺ ഇവിടെ മെലാൻകോളി എന്ന് പറഞ്ഞുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മെലാൻകോളി എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും മെലാൻകോളി എന്ന് പറഞ്ഞ ഒരു പേടിപ്പെടുത്തുന്ന ഒരു മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം ഉണ്ടല്ലോ, അത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് ഈ മെലാൻകോളിയെ ഇവിടെ അവതരിപ്പിക്കുക. 3 തലകളുള്ള നായി പാതാളത്തിൻ്റെ കവാടം തുറന്ന് നിൽക്കുന്നു. അതുപോലെ തന്നെ അതിനുള്ളിൽ ഭയങ്കര ഇരുട്ടായിരിക്കും. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറയുക. ഇങ്ങനെ പോയത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം മെലാൻകോളി ജനിച്ചത് തന്നെ ഒരു ഒറ്റപ്പെട്ട ഒരു സ്റ്റൈജിയൻ കേവിലാണ്. സ്റ്റൈജിയൻ കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു ഗുഹയാണ്. അതുപോലെ റിവർ സ്റ്റൈക്സിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. റിവർ സ്റ്റൈക്സ് ആണെങ്കിലും ഈ പറയുന്ന മെലൻകോളിയായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. അണ്ടർ വേൾഡ് എന്ന് പറയുന്നത് കണ്ടോ, റിവർ സ്റ്റൈക്സ് ഇൻ ദ അണ്ടർ വേൾഡ്. അപ്പോൾ റിവർ സ്റ്റൈക്സ് എന്ന് പറയുന്നത് പാതാളവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ഇവിടെ മെലാൻകോളി എന്നൊരു പദമാണ് ഹൈലൈറ്റ് ചെയ്യുക. ഇവിടെ പോയിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് ഒരു ഭയാനകമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും മരണത്തിന് ശേഷം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. By presenting melancholy in such dark and fearful imagery, Milton contrasts it with the joyful spirit of mirth,
Mirth, whom he later welcomes in the poem. These opening lines establishes the cheerful tone of El Allegro by rejecting sadness, gloom, and despair in favor of happiness, music, beauty and the pleasures of life. ഇവിടെ മിൽട്ടൺ വളരെ മനോഹരമായിട്ടൊരു കോൺട്രാസ്റ്റിങ് കാര്യങ്ങൾ നടത്തുന്നത്. ഒന്ന് ഫസ്റ്റ് തന്നെ അദ്ദേഹം ഈ പറയുന്ന ഫിയർഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുവല്ലോ. അപ്പോൾ ഇതിനൊക്കെ അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ആ ഒരു കാര്യത്തിൽ അവിടെ നിലനിൽക്കുകയല്ല ചെയ്യുന്നത്. ഈ പറയുന്ന മെലാൻകോളിയെ അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ട് അദ്ദേഹം മേത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷം, ആനന്ദം, അതിനെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ആകെ ഒന്നല്ലേ ഉള്ളൂ, അപ്പോൾ മാക്സിമം സന്തോഷമായിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷിക്കാൻ പറ്റും അത്രമാത്രം സന്തോഷിക്കുക, പ്രകൃതി ആസ്വദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Say, heavenly muse, shall not thy sacred vein afford a present to the infant God? ഇത് എടുത്തിട്ടുള്ളത് ഓൺ ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നാറ്റിവിറ്റി എന്നുള്ള പോയത്തിൽ നിന്നുമാണ്. ജോൺ മിൽട്ടൺ ആണ് എഴുതിയിട്ടുള്ളത്. ദി ഇൻഫൻറ്റ് ഗോഡ് എന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അത് ജീസസ് ക്രൈസ്റ്റിനെയാണ്. ഹെവൻലി മ്യൂസ് എന്ന് പറയുന്നത് ഡിവൈൻ സോഴ്സ് ഓഫ് പോയറ്റിക് ഇൻസ്പിറേഷനാണ്. തീം ആയിട്ട് കൊടുക്കുക, The poet offers his poem as a humble gift to celebrate the birth of Christ. അപ്പോൾ ഈശോയുടെ അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനത്തെ കുറിച്ചിട്ടുള്ള ഒരു പോയമാണിത്. These lines are taken from On the Morning of Christ's Nativity, an early religious poem by John Milton. In these lines, Milton invokes the heavenly muse and asks whether her sacred inspiration can provide a worthy gift to the infant God, the newborn Jesus Christ. Since the poet has no material gift to offer, he wishes to present a beautiful poem inspired by divine grace. He hopes that his poetic tribute will be an appropriate offering in honor of Christ's birth. ഇൻഫൻറ്റ് ഗോഡ് എന്ന് പറയുന്നത് ഇവിടെ ജീസസ് ക്രൈസ്റ്റിനെയാണ്. അപ്പോൾ യേശു ജനിച്ച ആ ഒരു സമയം, അവിടെ ആ സമയത്ത് മിൽട്ടന് ഒരു ഗിഫ്റ്റും കൊടുക്കാനായിട്ട് ഇല്ല. അപ്പോൾ മിൽട്ടൺ കണ്ടുവച്ചിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്, പോയം എഴുതാനുള്ള കഴിവ്. അപ്പോൾ അദ്ദേഹം ഒരു പോയം എഴുതി ഇൻഫൻറ്റ് ക്രൈസ്റ്റിന് കാഴ്ചവെക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മ്യൂസസിനെ ഇൻവോക്ക് ചെയ്യുന്നത്. The lines reflect Milton's belief that true poetry is inspired by God and should be used to celebrate sacred events. They introduce the poem's devotional tone and express the poet's humility, reverence, and desire to glorify the birth of Christ through his art. പോയറ്റിൻ്റെ ഒരു ഡിവോഷണൽ ടോണാണ് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് പോയത്തിൽ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹ്യൂമിലിറ്റി, റെവറൻസ്, ഡിസയർ ടു ഗ്ലോറിഫൈ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്, ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ മിൽട്ടൻ്റെ ഒരു ദൈവത്തിലുള്ള വിശ്വാസം, അത് നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന് വേറെ ഒന്നുമില്ല കാഴ്ചവെക്കാനായിട്ട്, ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് എന്ന് പറയുമ്പോഴും മ്യൂസസിനെ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഒരു പോയം എഴുതി ജീസസിന് കാഴ്ചവെക്കുന്നത്. ഇവിടെ മ്യൂസസിനെ ഇൻവോക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹെൻസ് വെയിൻ ഡെലൂഡിങ് ജോയ്സ്, ദ ബ്രൂഡ് ഓഫ് ഫോളി വിതൗട്ട് ഫാദർ ബ്രെഡ്, ഹൗ ലിറ്റിൽ യു ബെസ്റ്റഡ് ഓർ ഫിൽ ദ ഫിക്സ്ഡ് മൈൻഡ് വിത്ത് ഓൾ യുവർ ടോയ്സ്. ഇത് ജോൺ മിൽട്ടൻ്റെ മറ്റൊരു പോയമാണ്, Second Penseroso. Milton rejects frivolous worldly pleasures. He values contemplation, wisdom, and spiritual reflection. These lines introduce the thoughtful and meditative mood of the poem. In these opening lines, Milton rejects vain and deceptive pleasures, vain, deluding joys, calling them the offspring of folly. He says that such pleasures are shallow and temporary and cannot satisfy or strengthen a firm and thoughtful mind. The phrase, without father bread, suggests that these joys are illegitimate and have no noble or respectable origin.
Likewise, toys refers to trivial amusement and distractions. ഇത് ജോൺ മിൽട്ടൻ്റെ മനോഹരമായിട്ടുള്ള മറ്റൊരു പോയാണ്. ഇവിടെ ഓപ്പണിംഗ് ലൈൻസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിൽ മിൽട്ടൺ അദ്ദേഹം റിജക്റ്റ് ചെയ്യുകയാണ് വെയിൻ ആൻഡ് ഡിസെപ്റ്റീവ് പ്ലഷേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ കാണുന്ന ഓരോ സന്തോഷവും സുഖവും ഭൗതികമായ സുഖത്തെയും സൗകര്യത്തെയും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിനൊക്കെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുകയാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഇതൊക്കെ തെറ്റാണ്. ഓഫ് സ്പ്രിങ് ഓഫ് ഫോളി എന്ന് പറയുന്നത് ഇതൊന്നും ഒറിജിനൽ അല്ല, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇത് ഒക്കെ മാഞ്ഞു പോവും, മറിഞ്ഞു പോവും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വിശ്വസിക്കുന്നത് ഇങ്ങനത്തെ ടെമ്പററി കാര്യങ്ങളിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം പറയുന്നത് വിത്തൗട്ട് ഫാദർ ബ്രെഡ് എന്ന് പറയുന്നത് എന്താ പറയുക, ഇതൊന്നും ഒറിജിനൽ അല്ല എന്നുള്ള നിലയ്ക്കാണ്. ഓക്കെ, അതുപോലെ ടോയ്സ് എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അമ്യൂസ്മെൻറ്റിനെയും ഡിസ്ട്രാക്ഷൻസിനെയും ഒക്കെ അതിനൊക്കെ ആയിട്ടാണ് ആ ഒരു പദം ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. By dismissing these empty pleasures, Milton prepares the way to welcome melancholy, which in second pensereso represents serious thought, contemplation, wisdom and spiritual insight rather than sadness. Thus, the poem celebrates the pleasures of reflection, study, religion and imagination over the fleeting delights of worldly entertainment. ഇവിടെ മിൽട്ടൺ എന്താ ചെയ്യുന്നത്, അദ്ദേഹം മെലൻകോളിയോട് വെൽക്കം ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം മരണത്തിന് ശേഷം ഉണ്ട് എന്നുള്ള ഒരു സത്യാവസ്ഥ അദ്ദേഹം ഒരു സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. അതേസമയം അദ്ദേഹം പറയുന്നത് അതിൽ തന്നെ ഇരിക്കാതെ അതിനു വേണ്ടിയുള്ള സ്പിരിച്വൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ആ ഒരു പാതാളത്തിലോട് നമ്മൾ നീങ്ങപ്പെടാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോണ്ടംപ്ലേഷനിലേക്ക് വിസ്ഡം, സ്പിരിച്വൽ ഇൻസൈറ്റ് ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെ നമ്മൾ മെഡിറ്റേറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന സാഡ്നെസ് നമ്മളിൽ നിന്നും ഇല്ലാതാകും. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു പോയം സെലിബ്രേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഷേഴ്സ് ഓഫ് റിഫ്ലക്ഷൻ, സ്റ്റഡി, റിലീജിയൻ ആൻഡ് ഇമാജിനേഷൻ. ഓക്കെ, അപ്പോൾ ലോകത്തിലുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപരിയായിട്ട് എന്താ പറയുക, സ്പിരിച്വലി അദ്ദേഹം ഫോക്കസ് ചെയ്യുകയാണ്. When I consider how my life is spent, ever half my days in this dark world and mind, and that one talent which is death to hide, lodged with me useless, though my soul more bent. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. On his blindness-ലെ when I consider how my light is spent, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പോയം. നമുക്ക് എളുപ്പമാണ്, കാരണം ഓൾറെഡി പോയത്തിലെ ഫസ്റ്റ് ലൈൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പോയത്തിൻ്റെ തീം ബ്ലൈൻഡ്നെസ്, ഫെയ്ത്ത്, ഡ്യൂട്ടി ആൻഡ് സർവീസ് ടു ഗോഡ്. ഇതിൽ ടാലൻറ്റ് എന്ന് പറയുന്നത് സിംബിളൈസസ് ദ ഗോഡ് ഗിവൺ ഗിഫ്റ്റ് ഓഫ് പോയട്രി ആൻഡ് എബിലിറ്റി ആണ്. ദ പോയം എൻഡ്സ് വിത്ത് എ മെസ്സേജ് ഓഫ് ട്രസ്റ്റ് ഇൻ ഗോഡ്സ് വിൽ ആൻഡ് പേഷ്യൻ്റ് acceptance. These lines are taken from when I consider how my life is spent. ഇത് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ജോൺ മിൽട്ടൺ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. In these opening lines, Milton reflects on his life after losing his eyesight. He laments that he has become blind before reaching the middle of his life. Ever half my days എന്ന് പറയുന്നുണ്ടല്ലോ, അവിടെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ ജീവിതം ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ, പകുതി ആയിട്ടില്ല, അപ്പോഴത്തേക്കും എൻ്റെ ഐസൈറ്റ് ലോസ്റ്റായി, ഞാൻ ബ്ലൈൻഡായി എന്നാണ് പറയുന്നത്. അപ്പോൾ എവർ ഹാഫ് മൈ ഡേയ്സ് അതൊക്കെ നോട്ട് ചെയ്തോളൂ കേട്ടോ. ദ ഫ്രേസ് ദിസ് ഡാർക്ക് വേൾഡ് റെഫേഴ്സ് ബോത്ത് ടു ഹിസ് ഫിസിക്കൽ ബ്ലൈൻഡ്നെസ് ആൻഡ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഡാർക്ക് വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഫിസിക്കൽ വേൾഡിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കടന്നുപോയ ഡിഫിക്കൽട്ടീസിനെയും കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. The talent alludes to the biblical parable of the talents, where servants are expected to use the gifts entrusted to them by their master. Milton fears that his poetic gift given by God has become useless because his blindness prevents him from writing and serving God as he wishes. His soul is eager to serve God, but his physical limitation causes him anxiety and self-doubt. ഇവിടെ ഒരു ബൈബിളിലെ ഒരു പാരബിളുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ബൈബിളിലെ പാരബിളിൽ ഇങ്ങനെയാണുള്ളത്.
ഒരു മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ സെർവൻസിന് കുറച്ച് ടാലൻസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലരത് യൂസ് ചെയ്യുകയും അത് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരാളത് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ യൂസ് ചെയ്യാത്ത ആളെ പണിഷ് ചെയ്യുന്നുണ്ട്. ഈ മാസ്റ്റർ ഈ ടാലൻറ്റ് യൂസ് ചെയ്യാതെ എന്താ പറയുക, അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനി ഓക്കെ, അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാരബിളുമായിട്ട് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ആ മാസ്റ്റർ സൂക്ഷിച്ച് വെച്ച ആളെ അത് മൾട്ടിപ്ലൈ ചെയ്യാതെ യൂസ് ചെയ്യാതിരുന്ന വ്യക്തിയെ പണിഷ് ചെയ്തിരുന്നു. അപ്പോൾ അതുമായിട്ട് ഇവിടെ മിൽട്ടൺ കണക്ട് ചെയ്യുകയാണ്. മിൽട്ടൺ പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: അദ്ദേഹത്തിന് ധാരാളം ടാലൻസ് ദൈവം കൊടുത്തിട്ടുണ്ട്, എസ്പെഷ്യലി പോയറ്റിക് ഗിഫ്റ്റ് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തനിക്ക് യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല. അതൊന്നും യൂസ് ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഫിസിക്കലി ബ്ലൈൻഡ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം റൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത ദൈവത്തിന് ആഗ്രഹം തനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ വരദാനം യൂസ് ചെയ്യാനായിരിക്കും. പക്ഷെ താനത് ചെയ്യാതിരിക്കുമ്പോൾ തനിക്കും ഈ പറയുന്ന പണിഷ്മെൻറ്റ് ലഭിക്കുമോ എന്നൊരു പേടിയാണ് ഇദ്ദേഹത്തിന്. These lines introduce the central conflict of the sonnet. The poet's fear that he cannot fulfill God's purpose because of his blindness. Later in the poem, this doubt is resolved when Patience reminds him that God values faithful acceptance and that they also serve who only stand and wait. അങ്ങനെ സ്റ്റാർട്ടിങ്ങിലത്തെ ഈ ലൈനിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേടി കാണിക്കുന്നുണ്ട്. താൻ ഇതുപോലെ തൻ്റെ ടാലൻറ്റ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ഡൗട്ടും പേടിയൊക്കെയാണ്. പക്ഷെ അതിന് ശേഷം അദ്ദേഹം പേഷ്യൻസോട് കൂടി അദ്ദേഹം ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഗോഡ് വാല്യൂസ് ഫെയ്ത്ത്ഫുൾ അക്സെപ്റ്റൻസ്. നമ്മൾ വിശ്വാസത്തോടു കൂടി നമുക്ക് ഫിസിക്കലി ഇങ്ങനെ ആയി, ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം അതിൻ്റേതായ ഓർഡറിൽ വരും. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയും ദൈവത്തിനെ സെർവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുള്ളത്. അല്ല, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല എങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഇഷ്ടമായില്ല, വീഡിയോ നന്നായിട്ടില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കാം. എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി നോയ്സ് ഉണ്ട് അല്ലേ. ഇത് എന്നോട് കുറച്ച് പേരായി ചോദിക്കുന്നു, വീഡിയോ എക്സാമാണ് അതുകൊണ്ട് പെട്ടെന്നൊന്ന് വീഡിയോ ഇടുമെന്നുള്ളത്. അപ്പോൾ വീട്ടിലാണെങ്കിൽ കുറച്ച് പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് സൗണ്ട് ഇല്ലാതെ ചെയ്യാനായിട്ട്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇല്ലാതെ ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ ഭയങ്കര നോയ്സൊക്കെ വരുന്നത്. പിന്നെ നോയ്സ് ഇല്ലാത്ത സമയം നോക്കി പോകുമ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടും പറ്റുന്നില്ല. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്രയും നോയ്സിനിടയിലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് കേട്ടോ. എനിക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് മനസ്സിലാക്കാനായിട്ട്, ഈ ശബ്ദം കാരണം. പക്ഷേ എൻ്റെ നിവൃത്തികേട് കാരണമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. വിൽ മീറ്റ് യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. അതോടൊപ്പം ഇനിയും വീഡിയോസ് ഉണ്ട്, ഞാനത് അപ്ലോഡ് ചെയ്യാം.